ഹലോ മക്കളെ, ശ്രുത ടീച്ചറാണേ. ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തരട്ടെ. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഒരു വിത്ത് മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ ആ വിത്ത് ആഗ്രഹിക്കുകയാണ് അതിന് വലിയ മരം ആവണമെന്ന്. കാരണം എന്താണ്, അതിന് ചുറ്റും കുറേ മരങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിറയെ കായും പൂവും ഒക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ആ വിത്തിനൊരാഗ്രഹം തനിക്കും വളർന്ന് വലിയൊരു മരം ആവണമെന്ന്. അങ്ങനെ വിത്ത് ഇങ്ങനെ ആഗ്രഹിച്ച് ഒരു ദിവസം മഴ പെയ്യാണ്. അപ്പോൾ വിത്തിന് വളരാനുള്ള വെള്ളം ആ മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ് കേട്ടോ. പിന്നെയോ അപ്പോൾ അത് കുറച്ച് വലുതായി ആ മണ്ണിൻ്റെ പുറത്തേക്കൊക്കെ വന്നു. അപ്പോൾ സൂര്യപ്രകാശം അതിന് വീണ്ടും എന്താണ് വളരാനുള്ള ആ ഒരു പ്രകാശം നൽകുകയാണ് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശവും മഴയൊക്കെ അതിനെ വളർത്തി. അങ്ങനെ അത് സ്വപ്നം കണ്ടതുപോലെ പയ്യെ അത് വളർന്ന് വലിയൊരു മരമായി. അതിൽ നിറയെ കായ്കളുണ്ടായി, അതിൽ നല്ല നിറമുള്ള മണമുള്ള പൂക്കളുണ്ടായി. അപ്പോൾ ആ കായകളൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പക്ഷികളൊക്കെ ആ മരത്തിലേക്ക് വരികയാണ് കേട്ടോ. അത് വലിയൊരു തണലായി മാറുകയാണ്. അങ്ങനെ ആ വിത്ത് കണ്ട ആ ഒരു കുഞ്ഞു സ്വപ്നമാണ് വലിയതായിട്ട് വലിയൊരു മരമായിട്ട് മറ്റുള്ളവർക്കൊരു തണലായി മാറിയത്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങളെല്ലാവരും സ്വപ്നം കാണാറുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങണം. നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിയാൽ ഒരു ദിവസം എന്താണ്, ആ ഒരു സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചുറ്റുപാടൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കിത്തരും. അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് ഒരു ദിവസം നിങ്ങളെത്തും. അപ്പം നിങ്ങൾക്ക് നല്ല അഭിമാനമൊക്കെ തോന്നില്ലേ? അതിന് വേണ്ടിയിട്ട് കുട്ടികൾ എന്നുള്ള നിലയിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കുകയാണ് വേണ്ടത് അല്ലേ. നമ്മുടെ പാരൻസിനും അതുപോലെ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമ്മൾ നല്ല കുട്ടികളായിട്ടിരിക്കുക, പഠിക്കുന്നത് മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും വളരെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ നല്ല മിടുക്കരായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്വപ്നങ്ങൾ കാണണം ഉറപ്പായിട്ടും. ടീച്ചർ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളിനി മറ്റൊരു ക്ലാസ്സിലേക്ക് പോവുകയാണല്ലേ. അപ്പോൾ എന്ത് വേണം? നന്നായിട്ട് പഠിക്കണ്ടേ? അതിന് നല്ലൊരു കൃത്യമായിട്ടൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടണം അല്ലേ. എങ്ങനെയെങ്കിലും പഠിച്ചങ്ങ് പോയാൽ മതിയോ? അങ്ങനെയൊന്നും പോരാ. നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? താഴെ കാണുന്നൊരു നമ്പർ ഉണ്ട് കേട്ടോ. അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരുപാട് അടിപൊളി ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബാച്ച് ഉണ്ട് സൈലത്തിൽ. അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. വിഷു ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കിതിൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങുക. അപ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ അഡ്മിഷനൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഇരിക്കുക. എന്നിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ഒരു ദിവസം കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. അപ്പം നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ആദ്യ ചുവട് എന്നുള്ള നിലയിൽ ഈ ഒരു ട്യൂഷനെ അല്ലേ, ഈ ഒരു പഠനത്തെ നിങ്ങൾ കാണുക. സോ എല്ലാവരും നമ്മുടെ ബാച്ചിലേക്ക് വരാം. എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്. ഡെയിലി ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുകളുമായിട്ട് അടിപൊളി ബാച്ചാണ്. വളരെ കുറഞ്ഞ പൈസ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ മറ്റു പലതിനും ചിലവാക്കുന്ന പൈസയിൽ കുറഞ്ഞ ഭാഗം മാത്രം ഇതിന് ചിലവാക്കുക. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടാണ് എന്ന് ഓർക്കുക. അപ്പോൾ എല്ലാവരും ബാച്ചിലുണ്ടാവണം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്.